നമസ്തേ, ഞാൻ പ്രിയ വേണുഗോപാൽ. ബാലഭാസ്കർ കേസുമായി ബന്ധപ്പെട്ട് സിബിഐ ഒന്നാം സംഘത്തിന്റെ അന്വേഷണം അവർ പൂർത്തിയാക്കുന്നതും തിരുവനന്തപുരം CJM കോർട്ടിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും 2021 അന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒരു മാധ്യമ ചർച്ചയ്ക്കിടെ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, പൂർണ്ണമായും ദുരൂഹതകളൊന്നുമില്ലാത്ത ഒരു അപകട മരണം മാത്രം, അല്ലെങ്കിൽ അപകടം അതേ തുടർന്നുള്ള ഉണ്ടായ ഒരു മരണം, സ്വാഭാവിക മരണം, ഈ രീതിയിൽ പൂർത്തിയാക്കിയ ഒരു റിപ്പോർട്ടാണ്, സമർപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആ റിപ്പോർട്ട് അന്ന് പൂർണ്ണമായും വായിച്ച സമയത്ത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ, ബോധ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ഒരു ഫുൾ പ്രൂഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ല, അന്ന് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള റിപ്പോർട്ടുമല്ല. അതില് തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്ന നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാക്ഷികളുടെ, പ്രധാന സാക്ഷികളുടെ പോലും അവരുടെ മൊഴികളിൽ പോലും വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു, ലക്ഷ്മിയുടെ ഉൾപ്പെടെ. അപ്പൊ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, അതേ തുടർന്ന് എല്ലാം സ്വാഭാവികമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഒക്കെ അവിടെ തന്നെ നിലനിർത്തിയിരിക്കുന്നതിനർത്ഥം ഈ കേസ് ഇനിയും മുന്നോട്ട് പോകാനുള്ള വകുപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ അത് അവസാനിപ്പിക്കാം, ഇവർ വീണ്ടും അപ്പീലുമായി പോകും, അപ്പൊ വീണ്ടും ഇത് തുറക്കാം, വീണ്ടും അതിലേയും അങ്ങനെ തന്നെ വരും. അങ്ങനെ ഇതൊരു തുടർ കഥയായിക്കോട്ടെ എന്നുള്ളൊരു രീതിയായിരുന്നു ആ റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക, CBIയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട്. ഇപ്പോൾ രണ്ടാം അന്വേഷണം, അതായത് 2023 ഒക്ടോബർ 5 വന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ തുടർന്നുള്ള തുടരന്വേഷണം, അതായത് ഫസ്റ്റ് റിപ്പോർട്ട് സാറ്റിസ്ഫാക്ടറി അല്ല, അതേ തുടർന്ന് അന്വേഷിക്കപ്പെടാതെ പോയ ഒരുപാട് സംഗതികൾ അതിനകത്തുണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞ് കോടതി CBIയെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെ വന്ന ആ വിധിയെ തുടർന്നുണ്ടായ ഇൻവെസ്റ്റിഗേഷന്റെ, അല്ലെങ്കിൽ ആ തുടരന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ CJM കോർട്ടിൽ തിരുവനന്തപുരത്ത് വീണ്ടും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ അന്നും പറഞ്ഞിരുന്നു, പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, CJM കോർട്ടിൽ DRIയുടെ റിപ്പോർട്ട്, ബാലുചേട്ടന്റെ ഫോണുമായി ബന്ധപ്പെട്ട ഫോറൻസിക് തെളിവുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, ഇതൊന്നും CBI നടത്തിയിട്ടില്ല എന്ന് വളരെ വിചിത്രമായ രീതിയിൽ തെളിയിക്കപ്പെട്ടതാണ്. അതായത് ആദ്യം ഇതെല്ലാം കഴിഞ്ഞു, ഇതിൽ അന്വേഷിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ CBIയോട് അതിന്റെ റിപ്പോർട്ടുകൾ എവിടെ എന്ന് കോടതി ചോദിക്കുന്ന ഒരു അവസ്ഥ വരുന്നു. കോടതി ചോദിക്കുമ്പോൾ തങ്ങളുടെ കയ്യിൽ റിപ്പോർട്ടില്ല, ഞങ്ങൾ അത് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല എന്ന് CBIക്ക് സമ്മതിക്കേണ്ടി വരുന്നു. സമ്മതിക്കേണ്ടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വീണ്ടും സമയമെടുത്ത് ഇത് വായിക്കേണ്ടിയോ ഈ റിപ്പോർട്ട് അനലൈസ് ചെയ്യേണ്ടിയോ ഒക്കെ വരുന്നു. അതേ തുടർന്ന് വീണ്ടും അടുത്ത ഉത്തരവുമായി CBI വരുന്നു. അപ്പൊ ഈ ഘട്ടത്തിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇത്രത്തോളം ലാഘവത്തോടെയാണ് CBI, അതായത് കോടതിയിൽ വന്ന് കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് CBI അവിടെ നിലപാടെടുത്തിരുന്നത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും CJM കോർട്ടിൽ ഈ റിപ്പോർട്ട് അപ്പാടെ തള്ളും. അതോടുകൂടി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന് സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ഞങ്ങൾ അന്ന് കരുതിയിരുന്നത്. പക്ഷെ നടന്നത് അതല്ല. CJM കോർട്ടിൽ പൂർണ്ണമായും CBIയുടെ റിപ്പോർട്ടിനെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് അർജുനെതിരെയുള്ള, അതായത് റാഷൻ നെഗ്ലിജന്റ് ഡ്രൈവിംഗ് എന്നുള്ള ഒരേ ഒരു കുറ്റത്തിന് അർജുനെതിരെയുള്ള പ്രൊസീഡിംഗ്സ് അതുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, സോബിക്കെതിരെ, പ്രധാന സാക്ഷിയായി വന്ന സോബിക്കെതിരെ, കലാഭവൻ സോബിക്കെതിരെ CBI കൊടുത്ത ആ ഒരു കേസ്, സാക്ഷിയായി വന്ന ഒരാൾക്കെതിരെ അയാൾ കേസിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് CBI നൽകിയ കേസ്, അതുമായും പ്രൊസീഡിംഗ്സ് തുടരാൻ വേണ്ടിയിട്ട് CJM കോർട്ട് ഓർഡർ ചെയ്യുകയായിരുന്നു. ഇത് 2023 ഹൈക്കോടതിയിൽ എത്തുന്ന സമയത്താണ് ഞങ്ങളുടെ, അതായത് ഞങ്ങളുടെ അഡ്വക്കേറ്റ് രാമൻ കർത്ത അവതരിപ്പിച്ച് ആ കേസ് കൃത്യമായി പഠിച്ച് അതിനെ വളരെ, അതിലെ ഓരോ പോയിന്റ്സും കൃത്യമായി തന്നെ വിലയിരുത്തി ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചത്. അതിൽ ഈ പ്രധാന സാക്ഷിയായി വന്ന കലാഭവൻ സോബിക്കെതിരെ CBI കൊടുത്ത കേസിനെ പോലും നിശിതമായി വിമർശിച്ചുകൊണ്ട് അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി വിധി വന്നത്. കോടതി വിധിയിലെ ഓരോ ഡീറ്റെയിൽസിലേക്കും നമുക്ക് കടക്കേണ്ട കാര്യമില്ല. ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കിലുള്ളതാണ് എന്ന് മാത്രമല്ല
ഇതിലെ പല പോയിന്റ്സും നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള റിപ്പോർട്ട് നമുക്ക് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു. അതിൽ ഓരോന്നോരോന്ന് വായിച്ചു വരുന്നതിനനുസരിച്ച് ആദ്യം പറഞ്ഞ ഒരു തുടർക്കഥയിലേക്കുള്ള ഒരു പോക്കാണ് ഈ റിപ്പോർട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കോടതിയിലുള്ളത് കൊണ്ട് ഇപ്പോൾ പറയാൻ നിർവാഹമില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഹൈക്കോടതി വിധിയിൽ വന്ന ചില കാര്യങ്ങൾ പറയാതെ പോകാനും നിവൃത്തിയില്ല. ഈ ഘട്ടത്തിൽ കേസ് നിലനിൽക്കുന്നതിന് ആധാരം എന്താണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കോടതി കുറേയേറെ പോയിന്റ്സ് മെൻഷൻ ചെയ്തതിന് ശേഷം, വളരെ വൈറ്റൽ ആയിട്ടുള്ള കുറേയേറെ പോയിന്റ്സ് ഓരോ കാര്യങ്ങളെക്കുറിച്ച് മെൻഷൻ ചെയ്തതിന് ശേഷം അത് അവസാനിപ്പിക്കുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. The circumstances mentioned above, even if it is assumed to be inconsequential in the ultimate analysis, should have necessarily stirred the incisive mind of an investigative officer, especially since most unanswered areas revolve around the conduct of Sri Prakash Thambi, Sri Vishnu Somasundaram and their associates. Surprisingly, the CBI has not probed deeper into the aforesaid aspects. The astuteness of an expert investigating agency ought to be reflected in leaving no stone unturned during the probe. And an inconsistency or a discrepancy insignificant to the outside world can at times be the lead for unraveling the mysteries to covert actions. To achieve this, a deep and pervasive investigation is required. The doubts expressed by the parents of Balabhaskar cannot, in the above circumstances, be held to be wholly bereft of any basis. പൂർണ്ണമായും തള്ളിക്കളയാവുന്നതല്ല ബാലഭാസ്കറിന്റെ പേരൻസ് ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. കാരണം ഈ മുൻപേ പറഞ്ഞ ഒരുപാട് സിറ്റുവേഷൻസ് എല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ആരെയാണ്? ഗോൾഡ് സ്മഗ്ലിംഗിൽ പിടിയിലായ പ്രകാശ് തമ്പിയെയും വിഷ്ണു സോമസുന്ദരത്തെയും അവരുടെ ഈ രണ്ടുപേരുടെയും അസോസിയേറ്റ്സിനെയും ബന്ധപ്പെട്ടാണ്. When it is felt that the investigation conducted has not been penetrating and the final report has still left several loose ends and many stones unturned, the imprimatur of a comprehensive investigation cannot be accorded by the court. അതായത് പല കാര്യങ്ങളിലേക്കും ഇനി സംശയങ്ങൾ നീളുന്ന രീതിയിൽ തന്നെയാണ് അത് ഉള്ളത്. അതുകൊണ്ട് നമുക്കത് സംശയങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തുടർന്ന് അന്വേഷിക്കുക. 3 മാസം കൊടുത്തത് അങ്ങനെയാണ്. ഈ അന്വേഷിക്കണം എന്ന് പറഞ്ഞതിലെ ഒരു ഭാഗം നമുക്ക് ഇന്നൊന്ന് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു. കോടതി വിധിയുടെ ബാക്കിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പല മാധ്യമങ്ങളിലൂടെയും റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റിലൂടെയും അല്ലാതെയും ഒക്കെ. അപ്പോ ആദ്യം പറഞ്ഞ പോലെ ഒരു തുടർക്കഥയ്ക്കുള്ള സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. 2021-ൽ 20-ലും 21-ലുമായി നമ്മൾ ആദ്യമായി അറിഞ്ഞ്, അതായത് 2018-ൽ ആക്സിഡന്റ് നടക്കുന്നു, ലോക്കൽ പോലീസ് അന്വേഷണം നടക്കുന്നു, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടങ്ങുന്നു. ആ സമയത്തൊന്നും ചിത്രത്തിലില്ലാത്ത ഒരു ഭാഗമാണ് മെഡിക്കൽ കോളേജ് എന്നത്. മെഡിക്കൽ കോളേജിലേക്ക് ബാലുചേട്ടനെയും ലക്ഷ്മിയെയും അർജുനെയും ആംബുലൻസിൽ 108-ലും അല്ലാതെയുമുള്ള ആംബുലൻസിൽ കൊണ്ടുവന്ന സമയത്ത് അവിടെ ഒരു ഡോക്ടർ, ഒരു ജൂനിയർ ഡോക്ടറായിരുന്നു അദ്ദേഹം, വരുന്നു, കാണുന്നു, ഇവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്നു. ബാലഭാസ്കർ കോൺഷ്യസ് ആയിരുന്നു. അദ്ദേഹം സംസാരിച്ചു. സെൻസേഷൻ ഇല്ല എന്നുള്ളത് പറഞ്ഞു, കഴുത്തിന് താഴെ അറിയുന്നില്ല എന്നുള്ളത് പറഞ്ഞു. ഇവരുടെ ചികിത്സയ്ക്കായുള്ള സ്കാനിങ്ങും ലക്ഷ്മിക്ക് ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ. അപ്പൊ ഇത്രയും പ്രൊസീജിയർ ആരംഭിച്ചതിന്റെ തൊട്ടുപുറകെ അവർ സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി തിരിച്ചു വരുന്നതിനിടെ ബന്ധുക്കൾ ഈ ആൾക്കാരെ കൊണ്ടുപോയി. ബാലുചേട്ടൻ നല്ല ഡ്രൈവർ എന്നുള്ളത് അവിടെ ഡോക്ടർ ഫൈസൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ആ കണ്ട ആള്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡ്രൈവർ മറ്റേയാളായിരുന്നു എന്ന് അദ്ദേഹത്തിനോട് ബാലുചേട്ടൻ തന്നെ പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ഇദ്ദേഹം പറയുന്നത് ഡോക്ടർ ഫൈസലിന്റെ അന്നത്തെ മൊഴി, ഒരു മാധ്യമത്തിലാണ് ഡോക്ടർ ഫൈസൽ ആദ്യമായിട്ട് ഇക്കാര്യം പറയുന്നത്. ലോക്കൽ പോലീസോ അത് കഴിഞ്ഞ് വന്ന ക്രൈംബ്രാഞ്ചോ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല, ഡോക്ടേഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയില്ല, വൂണ്ട് സർട്ടിഫിക്കറ്റ് അവിടുന്ന് വാങ്ങിച്ചിരുന്നില്ല. ഓർക്കണം, വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആരോപണമായിരുന്നു അവിടെ നിന്നുള്ള ഡിസിഷൻ എന്നുള്ളത്, അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് പോയതിന്റെ ഡിസിഷൻ.
അതേ ചൊല്ലി തന്നെ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയ ക്രൈംബ്രാഞ്ച് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് തന്നെയില്ല, അവരുടെ മൊഴിയൊന്നും രേഖപ്പെടുത്തിയിട്ട് തന്നെയില്ല. CBIയുടെ ഇതിലാണ്, അതായത് ക്രൈംബ്രാഞ്ചിന്റെ ഇതിൽ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് CBIയുടെ കേസിൽ ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പോഴും ഡോക്ടർ ഫൈസൽ കൃത്യമായിട്ട് ആ മൊഴിയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്ചാർജ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നുള്ളത് രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് പിന്നീട് നൽകിയത്. അതായത് ഇവർ വരുമ്പോഴത്തേക്കും തന്നെ ആൾക്കാരെ മൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു അനന്തപുരി ഹോസ്പിറ്റലിലേക്ക്. കൊണ്ടുപോയ ആളെ പറ്റി നമുക്ക് സംസാരിക്കാം. പ്രകാശ് തമ്പി. ഇതില് പ്രകാശ് തമ്പി എന്ന് പറയുന്ന വ്യക്തി ആരോടും കൺസൾട്ട് ചെയ്യാതെ, ബാലചാറിന്റെ കുടുംബവുമായിട്ടോ ലക്ഷ്മിയുടെ കുടുംബവുമായിട്ടോ ഒന്നും കൺസൾട്ട് ചെയ്യാതെ അദ്ദേഹത്തിന്റെ തന്നെ തീരുമാനമായിട്ടാണ് അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഇതേ ചുറ്റിപ്പറ്റി കുറെ ഊഹാപോഹങ്ങൾ പിന്നീട് കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും അതൊക്കെ ഫെയിലായി. ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ KSRTC ബസ് ഡ്രൈവർ അജി പോലും ഇക്കാര്യം എടുത്തിടാനൊന്നും ശ്രമിച്ചു. ബാലഭാസ്കർ അവിടെ റോഡിൽ കിടക്കുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു അനന്തപുരിയിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞതിന്റെ ഓഡിയോ ഒക്കെ എന്റെ പക്കലുണ്ട്. പക്ഷെ അതൊന്നും മൊഴിവാക്കേണ്ടി വന്നില്ലല്ലോ, കാരണം അദ്ദേഹം ആ ആളെ തന്നെ റിമൂവ് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത്. അപ്പോ പ്രകാശ് തമ്പിയുടെ തീരുമാനമായിരുന്നു ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളത്. അതിന് കാരണം അദ്ദേഹം പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അവിടെയാണ് കിട്ടുക, അനന്തപുരിയിലാണ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കുടുംബവുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു, ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉന്നയിച്ചതാണ്, അത് ചർച്ചയായതും. ഹോസ്പിറ്റലില്, അതായത് ആ ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തതിന് കാരണം പ്രകാശ് തമ്പി എന്നോട് നേരിട്ട് പറഞ്ഞത്, ഹോസ്പിറ്റലിൽ വെച്ച് നേരിട്ട് പറഞ്ഞത്, അവിടെയുള്ള ഡോക്ടേഴ്സ്, മെയിൻ ഡോക്ടേഴ്സ്, ആ ഫാമിലി, ഡോക്ടർ മാർത്താണ്ഡൻപിള്ള, അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടുപേര്, ഡോക്ടർ ആനന്ദ് ആൻഡ് ഡോക്ടർ കമല ചേച്ചി, ആനന്ദ് ചേട്ടൻ, ഇവരുമായിട്ടൊക്കെ എനിക്ക് കുഞ്ഞിലേ മുതലുള്ള ബന്ധമാണ്. പിന്നെ അവിടെയുള്ള ഷെയർ ഹോൾഡർ ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയുടെ മകൻ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ എനിക്ക് ഏത് സമയവും വളരെയധികം ആക്സസ് ഉള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം എന്നോട് ഒരു സാഹചര്യത്തിൽ പറഞ്ഞിരുന്നു. കാരണം ഒരു ഘട്ടം എത്തിയപ്പോൾ എല്ലാവരും ചുമ്മാ ICUവിൽ കയറി ഇറങ്ങുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിന് വിലക്ക് ഏർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് ബന്ധുക്കളായവർ മാത്രം കയറുക എന്നുള്ള ഫേസ് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ലക്ഷ്മിയുടെയും അർജുന്റെയും ബാലുചേട്ടന്റെയും ഫേസ് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ബന്ധുക്കൾ മാത്രം കയറുക എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇത് കാരണം ഒരല്പം ഈഗോ ഹേർട്ടായ അതുകൊണ്ടായിരിക്കാം തമ്പി ഇതൊക്കെ എന്നോട് പറഞ്ഞത്. ആ സമയം ഹോസ്പിറ്റലിൽ തന്നെയാണ്, ഈ ICU ഇറങ്ങി വരുന്ന സമയത്ത്, ഞങ്ങൾ ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. തമ്പി അങ്ങനെ ഒരു സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോഴും ഈ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ സംശയം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഒരു MLC വന്നാൽ, ഒരു മെഡിക്കൽ ലീഗൽ കേസ് വന്നാൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൃത്യമായ സമയം രേഖപ്പെടുത്തണം, അവിടെ ഡ്രൈവർ ആരാണെന്നുള്ളത് രേഖപ്പെടുത്തണം, ഡ്രൈവേഴ്സിന്റെയും പാസഞ്ചേഴ്സിന്റെയും അവസ്ഥ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യണം. അതായത് ബ്ലഡ് ടെസ്റ്റ് നടത്തണം, ബവൽ ടെസ്റ്റ് നടത്തണം, ഡ്രങ്കൺ ഡ്രൈവിംഗ് ആയിരുന്നോ എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതൊന്നും അവിടെ പാലിക്കപ്പെട്ടിരുന്നില്ല. അവിടെ ആദ്യം അറ്റൻഡ് ചെയ്ത ഒരു ഡോക്ടർ ഞങ്ങളുടെ പേഴ്സണൽ പരിചയമുള്ളത് കൊണ്ട് മാത്രം ഡോക്ടർ ടു ഡോക്ടർ കോൺവെർസേഷനിൽ പറഞ്ഞതാണ് 4:10 മോളെ കൊണ്ടുവന്നു എന്നുള്ളത്. ഈ 4:10 എന്നുള്ളത് പിന്നീട് രേഖകളിലേക്ക് വന്ന സമയത്ത്, അതായത് വിവാദങ്ങളൊക്കെ വന്നതിന് ശേഷം രേഖകളിലേക്ക് വന്ന സമയത്ത് സമയം മാറുകയുണ്ടായി. അപ്പോൾ അവസാനമുള്ള രേഖയിൽ മറ്റൊരു സമയമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ, 3:30 ഇതേപ്പറ്റി അറിഞ്ഞ ആളുകളുണ്ട്. കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഇത് ആരാണ്, ആരുടെ കുഞ്ഞാണ്, ഇതൊന്നും അറിവില്ല. എന്നിട്ട് പോലും അതങ്ങനെ തന്നെ അറിഞ്ഞ ആൾക്കാർ 3:30 ശേഷം 4 മണിക്കുള്ളിൽ തന്നെ അറിഞ്ഞ, അല്ലെങ്കിൽ 4:05 മുന്നേ അറിഞ്ഞ ആൾക്കാർ മറ്റുള്ളവരുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എന്നുള്ളതും മൊഴികളിലുണ്ട്. 3:30 ആദ്യത്തെ കോൾ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ 4:10 എന്നുള്ള രേഖ അത് മാറി അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുള്ള ഒരു സമയമായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
ഞാനിവിടെ ഒരു UPI ട്രാൻസാക്ഷൻ വേണ്ടി ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ടും പേടിഎം അല്ലെങ്കിൽ മറ്റ് UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള 2 നമ്പറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിവിടെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സംഘപ്രവർത്തകന് അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് പറയുകയാണ്, ആവർത്തന വിരസതയായിട്ട് ആരും തോന്നരുത്. അത്രയും വലിയൊരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ടാണ്. ഇന്ന് ഫീൽഡിൽ ഒരുപാട് കറങ്ങി കുറച്ച് കാശൊക്കെ കിട്ടി, പക്ഷെ വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പെരുവെള്ളത്തിലേക്ക് പറ്റുന്ന എല്ലാവരും പല തുള്ളികളായിട്ട് സഹായിക്കണമെന്ന് വീണ്ടും പറയണം.